പേപ്പർ ഓപ്പൺ ചെയ്യാം. അതിനകത്ത് എന്താണോ എഴുതിയിരിക്കുന്നത് അത് മാത്രം മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. മറ്റാരോടും ഷെയർ ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ മാത്രം പറയുന്ന മനസ്സിലാവുന്നല്ലോ. ഓപ്പൺ ചെയ്തോളൂ. ലൈവ് പ്രിന്റ് 1000 ഇനി മനസ്സിലുണ്ടാവുന്നത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ കൈ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്പോട്ട് ചെയ്ത് എവിടെയെങ്കിലും സ്പോട്ട് ചെയ്ത് സ്പോട്ട് ചെയ്ത് ഞാൻ കൈ ഇവിടെ നിന്ന് ചെയ്താൽ അവിടെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. വലിയ ട്രാൻസ്പോർട്ടൊന്നും ഞാൻ തോന്നില്ല. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള മാത്രമേ ചെയ്യുന്നുള്ളൂ. അവിടെ മാത്രം സ്പോട്ട് ചെയ്യാം. ഈ കൈ റിസർച്ച് വരുന്ന സമയത്ത് കണ്ണിൽ ചെറിയ ഭാഗം പോകും. കണ്ണിൽ മെല്ലെ അടർന്നു പോകുന്നത് കണ്ണിൽ മെല്ലെ അടർന്നു പോകുന്നത് കുറിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മയക്കം റിലാക്സ് ചെയ്തു അങ്ങനത്തെ ഇത് മൂന്ന് മനസ്സിലുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലെന്താണെന്ന് പറഞ്ഞിട്ടില്ല. Please wake up. 1, 2, 3. Wake up. Okay, relax it. Okay, music on stop here. ആയിരം കണ്ണുമായി നമുക്ക് സോങ് ആണ് കേട്ടല്ലേ. ഓക്കെ, ഒന്നുകൂടെ വരാം. ഈ മൈക്കും കൂടെ എടുക്കാൻ പറ്റും. എന്നോട് വരാം. ഓക്കെ, മൈക്കും കൂടെ ആ സമയത്ത് സോങ് ആണ് മനസ്സിൽ വിചാരിച്ചത്. 1000 കണ്ണുമായി. ഇത് എന്താ കേട്ടത്? ഫ്ലവർ റോസ് ഫ്ലവറാണോ? ഏത് ഫ്ലവറാണ് മനസ്സിലാക്കുന്നത്? മകൾ വന്നിരിക്കുന്നത് ഹസ്ബൻഡ് വന്നു. പിന്നെ ഇതിനെ പേടിക്കുന്നത് മനസ്സിലൊന്നും പറയില്ല. അത് മാത്രമേ പറയുള്ളൂ. മനസ്സിലൊന്നും പ്ലേസ് ആയിരിക്കും അല്ലേ? പറയുന്നു ഇപ്പൊ പറയണ്ട. ഞാൻ നോക്കട്ടെ. ഇനിയിപ്പോ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഇവര് എല്ലാവരും പറയും കേട്ടോ അവർ രണ്ടെണ്ണം പറഞ്ഞു എന്താണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ മനസ്സിലുണ്ടായിരുന്നാൽ മതി. റിപ്പീറ്റ് എവിടെയായിരുന്നു പോണത്? ഇത്തരത്തിൽ പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എനിക്ക് ഹെൽപ്പിന് വരുന്ന 2 പേരുണ്ട്. എന്റെ മക്കളാണ്. നമുക്ക് ഷോ കാണാൻ വേണ്ടി വന്നത്. വാ ഞാനാണോ എന്റെ മക്കളാണ് എന്റെ ഇടയിൽ ഓടി. ഓക്കെ, അയക്കാറ് മനസ്സിലൊരു പ്ലേസ് ഉണ്ട്. അതൊന്ന് മനസ്സിലിങ്ങനെ നോക്ക് അയക്കാറ് നോക്കി. എന്റെ പേടിയാവുന്നതാണ്. കുഴപ്പമില്ല, തെറ്റിയാലും ഞാൻ പറഞ്ഞോളാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. തെറ്റിയാലും ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അയക്കാരുടെ മനസ്സിൽ ഒരു പ്ലേസ് ഉണ്ട്. അത് ഏതാണെന്ന് പറയാൻ നോക്കാം. നോക്ക് അയക്കാറ് നോക്കോളൂ. റെഡിയാണോ? ഓക്കെ, ഞാനൊരു പേപ്പർ തരാം. അത് എഴുതിയാൽ മതി.
ഓക്കെ, ഇന്ത്യയിൽ ഓക്കെ. ചോദിക്കാൻ കാരണം നമ്മൾ ഈ പ്രോഗ്രാമിൽ 2 ബുക്കുകളൊക്കെ കഴിഞ്ഞു. ഇത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ പോകുമ്പോൾ ഞാൻ അവതരിപ്പിക്കാറ് കാണുന്നത് നമ്മുടെ വിശ്വരാജ് സിംഗ് സാർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാണ്, ഒന്ന് പുതുരാജ് സാർ തന്നാണ്. ഇത് വെച്ചിട്ട് പല ഗിഫ്റ്റുകൾ ഞാൻ ചെയ്യാറുണ്ട്. കേരളത്തിനകത്തുള്ളതാണെങ്കിൽ ഈ വിശ്വരാജ് സാറിന്റെ ബുക്ക് എടുക്കാം, അതല്ല കേരളത്തിൽ പുറത്ത് ഇന്ത്യക്ക് അകത്തുള്ളതാണെങ്കിൽ പുതുരാജ് സാറിന്റെ ബുക്ക് എടുക്കാം. ഏതാണ് വേണ്ടത്? പുതുരാജ് സാറിന്റെ ബുക്ക്. ഈ ബുക്ക് കൊടുക്കാം. അപ്പൊ ഈ ബുക്ക് കയ്യിൽ വെച്ചിട്ട് മനസ്സിൽ എന്താണോ അത് റിപ്പീറ്റ് പറഞ്ഞിരിക്കുക. നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? ഓക്കെ ഓക്കെ. ഇതൊന്നും എഴുതാം. ഓക്കെ, ഇപ്പൊ മനസ്സിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഡീപ്പായിട്ടുള്ള ഈ പ്രോസസ് ഞാൻ വിചാരിച്ചു ചെയ്യാം, പിന്നീട് ചെയ്യാം. എഴുതിയോ? എഴുതിയോ? ഓക്കെ. ഇത്ത മനസ്സിൽ വിചാരിച്ച ഏതാണോ എന്ന് ചോദിക്കാം. നിങ്ങൾ എഴുതിക്കല്ലോ അല്ലേ? എഴുതിയല്ലോ? ഷുവറാണോ? ഓക്കെ, ഏതാ ചോദിച്ചു? അഹമ്മദാബാദ് മനസ്സിൽ വിചാരിച്ചു. ഓക്കെ, എഴുതിയത് എന്താ നോക്കാം. അഹമ്മദാബാദ് എല്ലാം 103 എഴുതിയത്. അത് 103 എഴുതിയത് എന്റെ മനസ്സിലാണ് 103 മനസ്സിൽ വന്നു. 103 മനസ്സിൽ വന്നു. ഓക്കെ, ഇതെന്തായാലും ഒന്നും വരാമോ? അല്ലെങ്കിൽ ഇപ്പൊ ശരിയാക്കുന്നത് എന്തായാലും മറ്റുള്ള 103 ഓക്കെ. 103 പേജ് നോക്കാം. പേജ് 103 പേജിൽ ഏതൊരു വാചകത്തിന്റെ അടിയിൽ മാത്രം കണ്ടില്ലേ? അത് ഏത് വാചകം? ഓക്കെ, അപ്പൊ എന്തായാലും ചെറുതാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചതിൽ നന്ദി അറിയിക്കാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ എന്തായാലും താങ്ക് യു പാർട്ടിസിപ്പേഷൻ. അപ്പോൾ സാധ്യത അതുപോലെ എല്ലാവരും ഞാൻ